വെൽക്കം ടു സാസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് ഞാനൊരു ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ? ഉപ്പുമാവ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഓണിയൻ, ക്യാരറ്റ്, ഗാർലിക്, ചില്ലി, കാഷ്യൂനട്ട്, കിസ്മസ്, 1 കപ്പ് റവ. ഇനിയും ഉപ്പുമാവ് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ആദ്യമേ ഗ്യാസ് ഓൺ ചെയ്ത് അതിലൊരു പാൻ വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ ഗീ ഇടുക. ഗീ ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. പിന്നെ നട്ട്സ് ഒരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് നമുക്കതിലോട്ട് കിസ്മസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ നട്ട്സും കിസ്മസും നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഇട്ടാൽ മതിയെ. അത് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്കത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിതിപ്പോൾ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റുവാണേ. അതിന് ശേഷം വീണ്ടും ആ സെയിം ഗീയിലോട്ട് നമുക്ക് കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ കുറച്ച് ഉഴുന്നിടാം. ഈ ഉഴുന്ന് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. അങ്ങനെ കടുക്കും ഉഴുന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ആ ഉഴുന്നിൻ്റെ കളറൊന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്കതിലോട്ടൊരു സവാള ഇടാം. ഞാൻ വളരെ ചെറിയൊരു സവാള ആണിവിടെ കട്ട് ചെയ്തിട്ടത്. അതിൻ്റെ കൂടൊപ്പം തന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇടുന്നുണ്ട്. ഒരു 2 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിനകത്തോട്ട് ഒരു ചില്ലിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റിൻ്റെ ഒരു ചെറിയ പീസാണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റ് ഇങ്ങനെ ചുരണ്ടിയിട്ട് ഈ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ ക്യാരറ്റ് ഇട്ട് കൊടുത്താൽ അവർ അങ്ങ് കഴിച്ചോളും. പിന്നെ അതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് അതിലോട്ടൊരു തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു കളർ വരാൻ വേണ്ടിയാണ് ഞാനത് ഇട്ട് കൊടുത്തത്. അതിനുശേഷം ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇവിടെ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കതിലോട്ട് റവ ഇട്ട് കൊടുക്കാം. റവ ഇടുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, റവ ഇടുന്നതിനനുസരിച്ച് ഇളക്കി കൊടുക്കാനും മറക്കല്ലേ. അങ്ങനെ എല്ലാം നന്നായി മിക്സായി അത് വെന്ത് വരുമ്പോൾ നമുക്കതിലോട്ട് കാഷ്യൂനട്ടും കിസ്മസും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് അടച്ച് വെക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം തുറന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.